ഞങ്ങളങ്ങനെ ടുലിപ്പ് പൂക്കൾ കണ്ടതിന് ശേഷം വിഡ്ബി എന്നുള്ളൊരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോയ ഗാർഡനിൽ നിന്ന് 1 മണിക്കൂർ ദൂരെയാണ് ആ വിഡ്ബി എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അവിടേക്ക് പോകുന്ന വഴിയാണിത്. ആദ്യമേ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് കറുത്തമാണല്ലോ, പാറക്കൂട്ടങ്ങളോ എന്തോ ആണെന്നാണ്. ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഏതോ ഒരു തരത്തിലുള്ള ഗ്രാസാണ്. ഇവിടെ ആടുകൾ മേയുന്നതും കാണാം. ആ കളറിലെ പുല്ലാണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുപാട് സ്ഥലത്തേക്ക് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണിത്. ഞങ്ങളങ്ങനെ ആ സ്ഥലത്തെത്തി. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മഴയും ഉണ്ടായിരുന്നു. പാർക്കിങ് നോക്കിയപ്പോഴത്തേക്ക് ഫുള്ള് വണ്ടികളാണ്. കുറച്ച് സമയം എടുത്തു കറക്റ്റ് വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ഏകദേശം ഒന്ന് തോർന്നു. ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കിയപ്പോഴാണ് സൈഡിൽ ഇങ്ങനെ ഒരു കോട്ടയം കണ്ടത്. ഈ കോട്ടയുടെ പേരാണ് വിഡ്ബി ആബേ. 1890 ബ്രാം സ്റ്റോക്കർ ഇവിടെ എത്തുകയും ഈ സ്ഥലത്ത് നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഡ്രാക്കുള എന്ന നോവലിലെ കുറേ ഭാഗങ്ങളും ഡ്രാക്കുള എന്ന പേരിൻ്റെയൊക്കെ ഒറിജിൻ. ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് ഡ്രാക്കുളയെ പോലെ വേഷമിട്ട് കുറച്ച് പേര് ഇവിടെയൊക്കെ നടക്കുന്നത് കണ്ടത്. ഒരുപക്ഷെ ചുമ്മാ ഫോട്ടോഷൂട്ടിന് വല്ലതും വന്നതായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ആക്ച്വലി എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത് അറിഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടി. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരം നടക്കാനുണ്ട് ഈ സീ സൈഡിലേക്കും അതിൻ്റെ അടുത്തുള്ള ടൗണിലേക്കും ഒക്കെ എത്താൻ. ഇത് ഒത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഗോത്തിക് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. UK വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു ഗോത്തിക് കമ്മ്യൂണിറ്റിയെ പറ്റി കേൾക്കുന്നത്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എപ്പോഴും ബ്ലാക്ക് കളറിലെ ഡ്രസ്സായിരിക്കും ഇടുന്നത്. അതുപോലെ തന്നെ പ്രത്യേകതരം മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് അവർക്ക്. ഈ ഗോത്തിക് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അവരുടേതായ സ്പെസിഫിക് ഡ്രസ്സിങ് സെൻസും മ്യൂസിക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ നടന്ന് ചെന്നപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ഇനി താഴോട്ട് അത്യാവശ്യം നല്ല കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഞങ്ങൾ മോനെ സ്ട്രോളറിൽ വെച്ചായിരുന്നല്ലോ കൊണ്ടുപോയത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷനായി. അവസാനം ഞങ്ങൾ ആ സ്ട്രോളർ ഡിസ്മാൻഡിൽ ചെയ്ത് ഓരോരുത്തരും ഓരോ പാർട്സായിട്ട് എടുത്ത് കുഞ്ഞാപ്പി ഒരാളെടുത്ത് ഞങ്ങൾ ആ പടികളെല്ലാം ഇറങ്ങി. വലിയ സുഖമുള്ള പരിപാടിയൊന്നും അല്ലായിരുന്നു ഈ സ്റ്റെപ്പുകളെല്ലാം ഇങ്ങനെ ഇതും കൊണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇറങ്ങുന്നത് പിന്നെയും പോട്ടെ, തിരിച്ച് ഇത്രയും പടി ഇതെല്ലാം കൊണ്ട് കയറണമെന്ന് ആലോചിച്ചപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. മഴയുള്ളത് കൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് വേണമായിരുന്നു നടക്കാൻ, അല്ലെങ്കിൽ തെന്നി വീഴത്തില്ലേ. സൈഡിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അവർ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഗോത്തിക് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരും ഉണ്ടായിരുന്നു. കുറേ പേര് ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം നല്ലൊരു എക്സർസൈസ് തന്നെയായിരുന്നു ഇത്രയും പടി ഈ സാധനങ്ങൾ കൊണ്ട് ഇറങ്ങുന്നത്. കുഞ്ഞാപ്പി എന്തായാലും ഹാപ്പി ആയിരുന്നു. ഇവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? വരണോ? ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തി. ഇവിടെ നോക്കിയപ്പോൾ ഡ്രാക്കുളയുടെയും അതുപോലെ കുറേ ഹൊറർ തീമിൽ ഡ്രസ്സ് ചെയ്ത കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്താ പരിപാടിയൊന്നും ഒരു പിടിയില്ല. ഇനി ഇന്നാണോ ഹാലോവിൻ എന്ന് ഞങ്ങൾ സംശയിച്ചു. ഇന്ന് അവരുടെ ഉത്സവം വല്ലതും ആണോ? എന്താ ഇവിടെ നടക്കുന്ന ഒരു പിടിയില്ലാത്തതുകൊണ്ട് ഇവിടെ കണ്ട ഒരാളോട് ഞങ്ങൾ ചോദിച്ചു എന്താ ഇവിടെ പരിപാടിയെന്ന്. പുള്ളി ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇത് ഗോത്തിക് കമ്മ്യൂണിറ്റിയുടെ വിഡ്ബി ഗോത്ത് വീക്കെൻഡ് ആണെന്ന്. 2 വർഷത്തിൽ കൂടുമ്പോൾ ഇവർ നടത്തുന്നൊരു ഫെസ്റ്റിവലാണിത്. 2 ദിവസത്തേക്കാണ് ഈ ഫെസ്റ്റിവൽ. വിഡ്ബി ഗോത്ത് വീക്കെൻഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊന്നും അറിയാതെ തന്നെ കറക്റ്റ് ഇന്ന് തന്നെ ഇവിടെ വന്ന ഞങ്ങൾക്ക് ലോട്ടറി അടിച്ചൊരു ഫീലായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പി. വന്നത് വേസ്റ്റ് ആയില്ലല്ലോ. എന്തായാലും ഗോത്തിക് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുടെ ഒരു ഫെസ്റ്റിവലാണിത്. ലൈവ് മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ അകത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നിൽപ്പുണ്ട്. അങ്ങനെ അകത്തോട്ട് കയറിയപ്പം തന്നെ ഇതേ കൂട്ടിലൊരാൾ. കൊള്ളാലോ പരിപാടി. ഒരുപാട് പേര് അവരുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കുന്നു. അപ്പം പിന്നെ ഞങ്ങൾക്കും ധൈര്യം, ഞങ്ങളും പോയി ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അതുപോലെ തന്നെ പല ഹൊറർ മൂവീസിലെയും സീരീസിനെയും അതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളും എന്തായാലും ഇവരുടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ഇന്ന് കുറേ ഫോട്ടോ എടുത്ത് പൊളിക്കാന്ന് വിചാരിച്ചു. കുഞ്ഞാപ്പിനെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യിച്ചാൽ മതിയായിരുന്നു. കുഞ്ഞാപ്പിനെ എങ്ങനെ ഉണ്ടായി കുഞ്ഞാന്ന് പറഞ്ഞേ അവിടെ നീ ചോദിക്ക് പോയിട്ട് അവര് മൈനിയതില്ല ചമ്മി പോയി ഗൈസ്. Nice to meet you, പ്രേതം മണ്ണായി. എന്നാ കണ്ണോക്ക്. ഇതിനായിട്ട് ഇത്രയും എഫേർട്ട് ഇട്ട് ഇവരെ എന്തായാലും സമ്മതിക്കാതെ വഴിയില്ല. എന്ത് നല്ല മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെയാണ്. ഇവർക്ക് നമ്മൾ ഫോട്ടോ എടുക്കാൻ ചെല്ലുന്നതും ഭയങ്കര സന്തോഷമാണ്. ഇത്രയും ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് വന്നതല്ലേ. ഞങ്ങളങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഒരു പട്ടിയൊക്കെ ഉണ്ട് അതിനകത്ത്. പട്ടീനെ വരെ അങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. ഇതെന്താ ബെൽറ്റ് ആണോ ഉള്ള തലയില്? വരുന്നൊരു പട
മില്ലിന് ഏതോ പ്രേതത്തിൻ്റെ കൂടെ പോയി വന്നോളൂ. മില്ലിനെ ഏതോ പ്രേതം പിടിച്ചു ഗൈസ്. ഞങ്ങളുടെ കൂടെ വന്ന് മില്ലിനെ ആരെങ്കിലും കണ്ടോ? ഏതോ ട്രാക്കുള്ള ചോര പിടിക്കാൻ പിടിച്ചോണ്ട് പോയി. കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോയപ്പോഴാണ് മനസ്സിലായത് ഇനി അടുത്തത് ഇവിടെ കാണാനുള്ളത് ഒരു സെൻറ് മേരീസ് ചർച്ചാണ്, പിന്നെ ഒരു മ്യൂസിയവും. പക്ഷെ അവിടേക്ക് പോകണമെങ്കിൽ ഒരു 199 സ്റ്റെപ്സ് ഞങ്ങൾ കയറണം. പിന്നെ ഞങ്ങൾ വിചാരിച്ചു മ്യൂസിയം ചർച്ചും ഒക്കെ അല്ലേ, ഇത്രയും പടി ഇനി മഴയത്ത് കയറണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ കണ്ട ബാക്കിയുള്ളവരോട് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. കറുത്ത ഐസ്ക്രീം സൂചിയൊക്കെ എന്തത് സിറിഞ്ചൊക്കെ ഉണ്ടല്ലോ, കൂടിയായിട്ടുവാ. ചോര ചോര കൈപ്പഴ കുഞ്ഞപ്പനെ കൊണ്ടുവന്നു. മിഡ്ബേ ടൗണിലോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ സീ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ഒരുപാട് ആൾക്കാർ ഡ്രസ്സ് ചെയ്തൊക്കെ നിൽക്കുന്നത് കാണാം. ഇപ്പോൾ വെതർ നല്ലതായതുകൊണ്ട് ഇതുവഴിയൊക്കെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ നടന്നു വന്ന വഴിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. നേരത്തെ കണ്ട വിഡ്ബി ആബയും നമ്മൾ ഇറങ്ങി വന്ന സ്റ്റെപ്സും ഒക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ ഇപ്പോൾ കാണാം. ഈ സീ സൈഡിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ വിഡ്ബി സീ സൈഡും ടൗണും ഒക്കെ കണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ്. വന്ന വഴിയെ തന്നെ സ്റ്റെപ്സൊക്കെ കയറി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല വെയിലുമുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കേരള റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഇന്നിനി തിരിച്ചു പോകണം. എങ്ങനെയുണ്ട്?